ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തുകയും ആ ഹാർട്ട് അറ്റാക്കിന്റെ തീവ്രത എന്തുമാത്രം മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ തീവ്രത നിശ്ചയിക്കുന്നത് രോഗിയുടെ സിംറ്റംസ്, ECGയിലെ വ്യതിയാനങ്ങൾ ഒക്കെ അനുസരിച്ച് ട്രോപ്പോണിൻ ടെസ്റ്റിന്റെ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് രോഗിക്ക് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ECGക്കകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളത് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. ഒരു മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ST എലിവേഷൻ MI എന്ന് പറയും, ST എലിവേഷൻ STEMI എന്ന് പറയും. എന്നാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണ്. ഒരറ്റത്ത് എന്ന് പറയുന്നത് രോഗിക്ക് നെഞ്ചുവേദന മാത്രം, ആശുപത്രി ചെല്ലുന്നു, ആശുപത്രി ചെന്നപ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല, ECG നോർമലാണ്, ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പോണിൻ ടെസ്റ്റ് പല പ്രാവശ്യം എടുത്തു, അത് നെഗറ്റീവാണ്. അത് ഹാർട്ട് അറ്റാക്കിന്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു ഘട്ടമായിട്ട് പറയും, അൺസ്റ്റേബിൾ അൻജീന എന്ന് പറയും. ഇതിന് രണ്ടിനെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഒരറ്റത്ത് അൺസ്റ്റേബിൾ അൻജീന, മറ്റത്ത് STEMI പോലുള്ള മേജർ ആയിട്ട് ഹാർട്ട് അറ്റാക്ക്. ഇതിനിടയ്ക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, NSTEMI എന്ന് പറയും, നോൺ ST എലിവേഷൻ MI. വേദന ഉണ്ടായി, ECGക്കകത്ത് വ്യത്യാസങ്ങളുണ്ടായി, ബ്ലഡ് ടെസ്റ്റിനകത്ത് ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരും. സോ ഈ ഇതാണ് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. മേജർ ഹാർട്ട് അറ്റാക്ക് ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മേജർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് രക്തോട്ടം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ അത് ഹൃദയത്തിന്റെ പമ്പിംഗ് പ്രവർത്തനങ്ങൾ മോശമാകുകയും അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളപ്പോഴത്തേക്കാണ് നമ്മൾ എത്രയും പെട്ടെന്ന് രക്തോട്ടം തുറന്നു കൊടുക്കുക എന്നത്. എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അത് ആ സമയത്ത് ഒരു ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയക്ക് യാതൊരു സാധ്യതയുമില്ല, സ്കോപ്പുമില്ല, ശാസ്ത്രീയമായിട്ട് ഇൻഡിക്കേഷൻസും വളരെ കുറവാണ്. മനസ്സിലായില്ലേ? സോ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് മെഡിക്കൽ എമർജൻസിയാണ്. അത് എത്രയും പെട്ടെന്ന് രക്തോട്ടം പുനഃസ്ഥാപിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി. മറ്റ് രണ്ട് ഘട്ടമാണ് അൺസ്റ്റേബിൾ അൻജീന, NSTEMI. ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ മരുന്നുകൾ കൊടുക്കുന്നു. എന്തിനാണ് മരുന്നുകൾ കൊടുക്കുന്നത്? രക്തക്കട്ടകൾ അലിയാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം രോഗി ചിലപ്പോൾ ആൻജിയോഗ്രാം ടെസ്റ്റിലേക്ക് പോകാം. ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നത് ഹൃദയത്തിലെ രക്തധമനികളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബ്ലോക്കുകൾ എന്തുമാത്രമുണ്ട്, എത്ര രക്തധമനി ബ്ലോക്കുകളുണ്ട്, ഒരു രക്തധമനിയിൽ മാത്രമേ ഉള്ളൂ, പല രക്തധമനിയിലാണോ, ബ്രാഞ്ചുകൾക്ക് ബ്ലോക്ക് ഉണ്ടോ, ഇതൊന്നും നമുക്ക് പുറമെയുള്ള ടെസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ളപ്പോഴത്തേക്കാണ് ആൻജിയോഗ്രാമിനെ കുറിച്ച് പോകുന്നത്. ആൻജിയോഗ്രാമിനനുസരിച്ച് ചികിത്സകൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ചിലപ്പോൾ രോഗിക്ക് മരുന്ന് മാത്രം മതിയാകും, ചിലപ്പോൾ രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുമായിരിക്കാം, ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യേണ്ടി വരാനും സാധ്യതയുണ്ട്. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ രണ്ട് ചികിത്സകളും നമ്മൾ പല ആളുകളും പറയാറുള്ള പോലെ വിരുദ്ധമായ ചികിത്സകളല്ല, മറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പരസ്പര പൂരകങ്ങളായ ചികിത്സകളാണ്. രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എന്താണ് ലക്ഷ്യം? രക്തോട്ടം കൂട്ടിക്കൊടുക്കുക. അത് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിനർത്ഥം ചിലർക്ക് ആൻജിയോപ്ലാസ്റ്റിയെ പറ്റൂ, അല്ലെങ്കിൽ ചിലർക്ക് ബൈപ്പാസേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചികിത്സകളാണ്. അത് നിശ്ചയിക്കുന്നത് രോഗിയുടെ കണ്ടീഷൻ, അതിന്റെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ അർജൻസി, എത്ര രക്തധമനി ബ്ലോക്കുകളുണ്ട്, പ്രായം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി മാത്രം മതിയായിരിക്കാം, ചില സമയത്ത് ബൈപ്പാസ് ചെയ്തേ പറ്റുകയുള്ളായിരിക്കാം. ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് ഉള്ളപ്പോൾ, രക്തധമനികൾക്ക് കാൽഷ്യം ഡിപ്പോസിഷൻസ് വളരെയേറെ ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് ഡയബറ്റിക് രോഗികളാണ് എങ്കിൽ, ശാഖകൾക്ക് പല സ്ഥലങ്ങളിൽ ബ്ലോക്ക് ഉള്ളപ്പോൾ, നമ്മുടെ ലക്ഷ്യം എത്രമാത്രം ഭാഗത്തോട്ട് രക്തോട്ടം എത്തിക്കാൻ പറ്റുമോ അത്രയും ഭാഗത്തോട്ട് രക്തോട്ടം എത്തിക്കാൻ അതിന് ഏറ്റവും മികച്ച മാർഗം ഏതാണ് എന്നുള്ളതാണ്. സോ ഒരു രക്തധമനി മാത്രം ബ്ലോക്ക് ഉള്ളപ്പോഴോ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രക്തധമനി മാത്രം ബ്ലോക്ക് ഉള്ളപ്പോൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കുറച്ചുകൂടെ നല്ല ചോയ്സ്. എന്നാൽ ചിലർക്ക് പല ബ്ലോക്കുകളുണ്ട്, ഡയബറ്റിക് രോഗികളാണ്, കാൽഷ്യം ഡിപ്പോസിഷൻസ് ഉണ്ട്, ധാരാളം ഭാഗത്തോട്ട് രക്തോട്ടം എത്തിക്കേണ്ടതുണ്ട്, ബ്രാഞ്ചുകൾക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ആൻജിയോപ്ലാസ്റ്റിയെക്കാട്ടും കൂടുതൽ മികച്ചത് ഒരു പക്ഷേ ബൈപ്പാസ് ആയിരിക്കും. ആ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറാണ്. അത് രോഗിയുടെ പ്രായം, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ,
ട്രീറ്റ്മെന്റിന്റെ അർജൻസി, വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ആ തീരുമാനം എടുക്കാറുള്ളത്.